ഹാലലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 119 അതിൻ്റെ 81, 82, 83 വാക്യങ്ങൾ. ഞാൻ എൻ്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു, നിൻ്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എൻ്റെ കണ്ണ് നിൻ്റെ വാഗ്ദത്തത്തിനായി കാത്ത് ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു, എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയൻ്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ അപ്പോൾ ന്യായവിധി നടത്തും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. ഈ വചനമായി നിൽക്കുമ്പോൾ കർത്താവേ, ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ എല്ലാ ശക്തികളും മാറിപ്പോകട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ, കർത്താവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ ഹൽബ റോദ നാസി ഹീന ഷാധ റോബ നാഥറിയ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ശത്രുവിൻ പദ്ധതികൾ മാറിപ്പോകട്ടെ. ദൈവവചനമായി നിൽക്കുമ്പോൾ കർത്താവേ, അടിയൻ്റെ പിന്നിൽ മറച്ചുകൊണ്ട് അവിടുന്ന് ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സങ്കീർത്തനം 119, 81, 82, 80. ഞാൻ നിൻ്റെ രക്ഷയെ കാത്ത് മൂർച്ഛിച്ചിരിക്കുന്നു, നിൻ്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴും നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എൻ്റെ കണ്ണ് നിൻ്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഞാൻ നിൻ്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു. ഇപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചോളം രക്ഷ ഉയരങ്ങളിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് നോക്കി, എൻ്റെ സഹായം, എൻ്റെ രക്ഷ, എന്നെ ആശ്വസിപ്പിക്കുന്നവൻ എല്ലാം ഉയരങ്ങളിലാണ്. ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് നോക്കി, എൻ്റെ സഹായം ആകാശം ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഒരു ഭക്തന് മാത്രമേ രക്ഷയെ കാത്ത്, ഒരുപക്ഷെ കഷ്ടതയിലായിരിക്കാം, രോഗാവസ്ഥയിലായിരിക്കാം, കുടുംബത്തിൻ്റെ പല വിഷയത്തിലും ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നീ യഹോവ ഭക്തനാണെങ്കിൽ, അവൻ്റെ രക്ഷയെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിശ്ചയമായി അത് അല്പം വൈകിയാലും നിന്നെ രക്ഷിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന, നിന്നെ വഴി നടത്തുന്ന ഒരു കരമുണ്ട്. ഇന്ന് രക്ഷയ്ക്കായി നിലവിളിക്കുന്ന അനേകർ ഈ യൂട്യൂബിലൂടെ കാണുന്നവരുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജപ്തിയസയിൽ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട്. എന്നാൽ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നൊരു ദൂത് നൽകുന്നത്, നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ദേശത്ത് ഇല്ലാതാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ട് നീ ദൈവത്തിൻ്റെ മകനായി, മകളായി മാറിയെങ്കിൽ നിശ്ചയമായി അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. അവൻ നിന്നെ മാറോട് ചേർത്ത് നിൻ്റെ വിഷയത്തിന് അവൻ ഇന്ന് നിനക്കായി ചില വാതിലുകളെ തുറന്നിരിക്കുകയാണ്. ഞാൻ നിൻ്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു, നിൻ്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നിന്നെ ഉയർത്തുമെന്ന് ദൈവം പറഞ്ഞാൽ, നിന്നെ വഴി നടത്തുമെന്ന് കർത്താവ് പറഞ്ഞാൽ, നിൻ്റെ ജപ്ത്യവസ്ഥകളെ മാറ്റി നിൻ്റെ ദേശത്തു നിന്ന് ഉയർത്തുമെന്ന് കർത്താവ് പറഞ്ഞാൽ, അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ ഉവ്വെന്നാണ്. അവിടുത്തെ വാക്കുകൾ മാറത്തില്ല. ആകാശം ഭൂമി മാറിപ്പോയാലും
എൻ്റെ വചനം മാറിപ്പോകത്തില്ല. അപ്പോൾ കർത്താവ് നമുക്കൊരു വാഗ്ദത്തം നൽകിയെങ്കിൽ അത് അല്പം ലേറ്റായാലും അത് നമുക്ക് ശ്രേഷ്ഠമായി നൽകുന്ന, നമ്മെ ശ്രേഷ്ഠമായി വഴി നടത്തുന്ന ഒരു രക്ഷയുടെ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. തകർച്ചയിലും പ്രയാസത്തിലും ദൈവത്തെ വിശ്വസിക്കുന്ന പ്രിയ മാതാവേ, കർത്താവെ ആരാധിക്കുന്ന പ്രിയ സഹോദരി മാതാവേ, നീ ഭാരപ്പെടേണ്ട. നിൻ്റെ വിഷയങ്ങളെ അറിയുന്ന ഒരു രക്ഷകനുണ്ട്. അവൻ നിശ്ചയമായി നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് നിനക്ക് ചില വഴികൾ, വാതിലുകൾ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ആൽബറോസ ഹസ്തിയ ഹബോനോ ഷിക്കോലു യാന്തരിയ. ഇന്ന് അടഞ്ഞ ചില വാതിലുകൾ, നിലവിളിക്കുന്ന ചില അനുഭവങ്ങൾ, അലറി നിലവിളിക്കുന്ന അനുഭവം, എന്നെ രക്ഷിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ എല്ലാവരുമുണ്ട്. എന്നാൽ ആരും എന്നെ സഹായിക്കുന്നില്ല. എൻ്റെ രക്തബന്ധങ്ങൾ സഹായിക്കുവാൻ സാധിക്കും, എന്നാൽ അവരും കണ്ണടയ്ക്കുന്നു. വളരെ വേദനപ്പെട്ട് നിലവിളിക്കുന്ന ചില കുടുംബങ്ങൾ, ചില സഹോദരിമാർ, പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട. നീ മനുഷ്യനെ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ പറ്റാത്ത മനുഷ്യനെ ആശ്രയിക്കരുത്. നീ ആശ്രയിക്കേണ്ടത് യഹോവയിൽ ആശ്രയിക്കുക. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ ആരും സഹായിക്കുവാനില്ലെന്ന് നിലവിളിക്കുന്ന ചില കുടുംബങ്ങളോട് ഇന്ന് ഒരു ദൂത് നൽകുവാണ്. നീ രക്ഷയെ ആഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ പലർക്കും എന്നെ സഹായിക്കുവാൻ സാധിക്കും, എന്നാൽ പലരും എൻ്റെ വിഷയത്തിൻ്റെ മേൽ കണ്ണടച്ച് പോകുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് നൽകുകയാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അപ്പം നമ്മെ സഹായിക്കുന്ന നമ്മുടെ രക്ഷകനായ കർത്താവ്, ആ കർത്താവ് ഇന്ന് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സത്യാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങൾക്കും കർത്താവ് ഇന്ന് പുതുവാതിലുകൾ, പുതുവഴികൾ സ്വർഗം തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ആമി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ആരും സഹായിക്കുവാനില്ലാതെ, എല്ലാവരുമുണ്ട്, എന്നാൽ സഹായിക്കാനുമില്ലാതെ, ആശ്രയമില്ലാതെ നിലവിളിക്കുന്ന കുടുംബമേ, നിനക്കായി കർത്താവ് വാതിലുകളെ, വഴികളെ തുറന്നിരിക്കുന്നു. ഞാൻ നിൻ്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു, നിൻ്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എൻ്റെ കണ്ണ് നിൻ്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു. പുകയത്ത് വച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു, എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയൻ്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, സംഗീതക്കാരൻ പറയാണ്, അടിയൻ്റെ ജീവിതകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? ഒരിക്കൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. സങ്കീർത്തനം 55 അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. കർത്താവെ, സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിൻ്റെ മതിലുകളെ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേട് കഷ്ടവും അതിൽ അകത്തുണ്ട്. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്. ചതിവും വഞ്ചനയും അതിൻ്റെ വീഥികളിൽ വിട്ടുമാറുന്നതുമില്ല. എന്നെ നിന്ദിച്ചവർ ഒരു ശത്രുവല്ല. അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല. അങ്ങനെയെങ്കിലും ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യൻ, എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്തു. പുരുഷരുമായി ദേവാലയത്തിലേക്ക് പോയില്ല. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ. അവർ ജീവനോടെ പാതാളത്തിൽ ഇറങ്ങിപ്പോകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ, അപ്പോൾ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന കേൾക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെ ഉപദ്രവിച്ചവർ,
തൻ്റെ കുടുംബത്തെ തകർക്കുവാൻ നോക്കിയവർ, തൻ്റെ മകനായ അമ്നോനിലുണ്ടായ കുടുംബത്തിനുണ്ടായ അപമാനം, അതിനപ്പുറമായി തൻ്റെ ഉറ്റ സ്നേഹിതനായ യോനാഥാനിലുണ്ടായ വിഷയങ്ങൾ, ഇതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ കാണുവാൻ സാധിക്കും. എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ ദൈവം ഉത്തരം നൽകുന്നതല്ല. പല പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയ ഞെരുക്കത്തിൽ കടന്നു വരുന്നതാണ്. അതാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ. അപ്പോൾ ദാവീദിൻ്റെ കുടുംബത്തിൽ നടന്ന ചില തകർച്ചകൾ, ചില വിഷയങ്ങളെ ഓർത്ത് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസലത്ത് അവരുടെ ഉള്ളിലുമുണ്ട്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. അപ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് തൻ്റെ കുടുംബത്തിൽ തൻ്റെ മകനാലുണ്ടായ, വഞ്ചിക്കപ്പെട്ട മകനായ അമ്നോനിലുണ്ടായ വിഷയം, അതുപോലെ തൻ്റെ ഉറ്റ സ്നേഹിതനായ യോനാഥാനുമായുള്ള വിഷയം. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദാവീദിനെ പോലെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എൻ്റെ ശത്രുക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരറിവില്ലായ്മ കടന്നു വന്നവരാണ്. കർത്താവേ, നീ പൊറുക്കണമേ. അവരും ഈ സത്യദൈവമായ ക്രിസ്തുവിനെ അറിയുന്ന കുടുംബമായി മാറണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എന്നാൽ ദാവീദിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. തന്നെ ഉപദ്രവിച്ച തൻ്റെ മകനോടും തൻ്റെ ഉറ്റ സ്നേഹിതനോടും ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്ത് അവരുടെ ഉള്ളിലുമുണ്ട്. അപ്പം തന്നെ ഉപദ്രവിച്ച തൻ്റെ മകനായ അമ്നോനോടും തൻ്റെ ഉറ്റമ സ്നേഹിതനായ യോനാഥാനിനെ കുറിച്ചാണ് ദാവീദ് പറയുകയാണ്: കർത്താവേ, ഇവരെ പാതാളത്തിലേക്ക് കൊണ്ടുപോകണമേ, ഇവരെ പെട്ടെന്ന് ഇല്ലാതാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥനയെല്ലാം കേൾക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ പ്രാർത്ഥന നമ്മെ സ്നേഹിക്കുന്നവരെ, നമ്മുടെ ശത്രുവിനു വേണ്ടി നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച കർത്താവ്, നമ്മളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച കർത്താവ്, നമ്മൾ ആ മാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ ജരിക്കത്താൽ നമ്മുടെ ശത്രു തകരണമെന്ന് ചിന്തിക്കുന്ന പ്രാർത്ഥനകൾ, അത് നമുക്ക് നിരാശ കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, എന്ത് കഷ്ടതകളും പ്രയാസങ്ങളും ആയിക്കൊള്ളട്ടെ, നമ്മൾ കർത്താവ് പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ അനുഗ്രഹിക്കുന്നവനുമായി നമുക്ക് മാറുവാൻ സാധിക്കണം. സങ്കീർത്തനം 119 അതിൻ്റെ 81, 82, 83 വാക്യം: ഞാൻ നിൻ്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു, നിൻ്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എൻ്റെ കണ്ണ് നിൻ്റെ വാഗ്ദത്തത്തിനായി കാത്ത് ക്ഷീണിക്കുന്നു. പുകയത്ത് വച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു, എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയൻ്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്ക് കുഴി ഒഴിച്ചിരിക്കുന്നു. നിൻ്റെ കൽപ്പനകളെല്ലാം വിശ്വസിക്കുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. ഇന്ന് രക്ഷയുടെ അനുഭവമില്ലാതെ നിരാശയിൽ അനേകർ ഒറ്റപ്പെടുത്തുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ, നിന്നെ രക്ഷിക്കുന്ന ഒരു രക്ഷകനുണ്ട്. അപ്പം നിൻ്റെ പ്രാർത്ഥന ദാവീദിനെ പോലെയല്ല. കർത്താവ് പഠിപ്പിച്ചതുപോലെ നീ ശത്രുക്കൾക്ക് വേണ്ടി, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നിന്നെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി, നിന്നെ മോശമായി പറയുന്നവർക്ക് വേണ്ടി നീ എതിരെ പ്രാർത്ഥിക്കുന്നവനായി മാറരുത്. എന്നാൽ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നിൻ്റെ ശത്രുവിന് വിശക്കുമ്പോൾ നീ അവന് ആഹാരം കൊടുക്കുവാനും, നിൻ്റെ ശത്രു വീഴുമ്പോൾ നീ ചിരിക്കുവാനും പാടില്ല. നിൻ്റെ ശത്രു വിശന്നിരിക്കുമ്പോൾ അവന് ആഹാരം കൊടുക്കുവാനും സാധിക്കണം. അപ്പോൾ നമ്മുടെ ശത്രുവിനെ നമ്മൾ സ്നേഹിക്കുവാനും
അവനെ ആദരിക്കുവാനും അവനു വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. ഞാൻ നിൻ്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു, നിൻ്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രക്ഷയെ ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും സ്വർഗം ഇന്ന് വഴികളെ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അനേക വാതിലുകൾ നിലവിളിക്കുന്ന അനുഭവത്തിൻ്റെ മേൽ കർത്താവ് പുതുവഴികൾ, പുതുവാതിൽ, ഗൾഫിൻ്റെ എല്ലാ മേഖലകളും അനേക കുടുംബങ്ങൾ അടഞ്ഞ എല്ലാ ബിസിനസ് മേഖലകൾ യേശുവിൻ നാമത്തിൽ അത് തുറക്കട്ടെ. അനേക കുടുംബങ്ങൾക്ക് സാലറി ഇല്ലാത്ത ഭാരപ്പെടുന്നവങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സാലറി കിട്ടുവാൻ ഇടവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാലറി കുറഞ്ഞ അനേക സഹോദരൻ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു വർധനവെ കൽപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് അവിടുന്ന് ആരെല്ലാം രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്നുവോ അവരുടെ കുടുംബ ജീവിതത്തിൽ സ്വർഗമെന്ന് വാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.